എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ആ വീഡിയോ തന്നെ 1 മണിക്കൂർ ഇപ്പുറം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോ കൊലയാടി മോനെ നിന്റെ വീഡിയോ നാലിനെ കൊണ്ട് വരും പോലീസ്. എന്തുടെ പ്രശ്നം? അടികൊള്ളാത്ത സൂക്കേട് തന്നെ. ഫ്ലാഷ് ബാക്ക്. സിനിമ തുടങ്ങുമ്പോഴേ അവതരിപ്പിക്കപ്പെടുന്ന ശബ്ദങ്ങൾ, അതിൻ്റെ ഒരു പാറ്റേൺ, അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും ഇത് ഇങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്. അത് അതുപോലെ തന്നെ ക്ലൈമാക്സ് വരെ സംഭവിക്കുന്നുള്ളൂ. ഹലോ, തന്റെ പേര് ഉണ്ണി വ്ലോഗ് എന്നാണോ? അതെ. എന്റെ പേര് ഇബ്രാഹിം മാത്യു എന്നാണ്. നല്ല പേര് പറയാനേ വിളിച്ചേ. അപ്പൊ മൂവീസ് പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. പറയൂ. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ട. താനിപ്പോ ഒരു വീഡിയോ ഇട്ടല്ലോ, ഇട്ടില്ലേ? ആ വീഡിയോ തന്നെ 1 മണിക്കൂർ ഇപ്പുറം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും. 2 മണിക്കൂർ കഴിയുമ്പോ കൊലയാടി മോനെ നിന്റെ വീഡിയോ നാലിനെ കൊണ്ട് വരും, പോലീസിനെ കൊണ്ട് വരും. നിന്നെ ഞാൻ പിടിച്ച് തൂക്കി എടുത്തോണ്ട് പോരും. മനസ്സിലായോ? എന്തിന്റെ പേരില്? ഞാൻ 1 മിനിറ്റ്, ഞാൻ ആരാണെന്ന് നിനക്കറിയത്തില്ല. എന്റെ പേര് ഇബ്രാഹിം മാത്യു എന്നാണ്. നീ ഇട്ട വീഡിയോ ഇപ്പൊ 1 മണിക്കൂർ ഇപ്പം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരം അറിയും ഞാൻ ആരാണെന്ന്. ഭീഷണിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിനക്ക് തരുന്ന താക്കീതാണ്. എന്നോട് മനസ്സിലാക്കലോ? അല്ലേ? അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. നിന്റെ മുഖസത്യം തെങ്ങേറും. പടം മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഞാൻ പറഞ്ഞു. പടം മോശമായിട്ട് നിനക്ക് ഫീൽ ചെയ്തോ? നിനക്ക് ഇത്ര നാളെ ഫീൽ ചെയ്തില്ലായിരുന്നു. നിന്റെ ഫീൽ ചെയ്യാൻ മാറ്റി തരാം ഞാൻ നാളെ രാവിലെ. வார்த்தையாளந்து பேசு. என்ன பற்றி உனக்கு தெரியாது. இந்த சேத்துக்குழி கண்ணப்பன் யாருன்னு நாட்டுல கேட்டு பாரு. നമ്മുടെ ഉണ്ണി വ്ലോഗ് പുള്ളിക്കാരൻ നമ്മുടെ ഒമർ ലുലുവിന്റെ സിനിമ ബാഡ് ബോയ്സിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ റിവ്യൂ ഇട്ട് ഏകദേശം 1 അവറിനുള്ളിൽ തന്നെ പുള്ളിക്കാരൻ ഈ ഒരു റിവ്യൂ ഡിലീറ്റ് ചെയ്തു. ആ സംസാരത്തിൽ തന്നെ നല്ലൊരു ഭീഷണിയുടെ സ്വരവും കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉണ്ണി ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തത്. ജസ്റ്റ് ജീവനും കൊണ്ട് ഓടിയതാ. ഇനി ആരെയാണ് പേടിക്കുന്നത്? ഈ മാതിരി പരിപാടിക്ക് ഇച്ചിരി ഒരു ഗട്സ് ഒക്കെ കാണിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇവനൊക്കെ പറയുന്നതിന് താളച്ചുറ്റി തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരം കാണത്തുള്ളൂ. അതിന് വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്കാം.